ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ PSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ആപ്ലിക്കേഷൻ്റെ പേര് കേരള PSC ക്വസ്റ്റ്യൻ ബാങ്ക് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ വിവരണത്തോടൊപ്പം വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കണ്ടു നോക്കുന്ന മുമ്പായി സുഹൃത്തുക്കളോട് ചെറിയ നിർദ്ദേശം: ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനുശേഷം സബ്സ്ക്രൈബ് എന്നതിന് സമീപത്തായുള്ള ബെല്ലിൻ്റെ സിമ്പൽ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലുള്ള പുതിയ വീഡിയോകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതിൽ പൊതുവിജ്ഞാനം, വർത്തമാനകാല സംഭവങ്ങൾ, ഗണിതശാസ്ത്രം, മാനസികശേഷി എന്നിങ്ങനെ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ഇതിൽ പൊതുവിജ്ഞാനം എന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ കാണുവാൻ സാധിക്കും. ഓരോ ചോദ്യങ്ങളിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും. ഇതുപോലെ വർത്തമാനകാല സംഭവങ്ങൾ, ഗണിതശാസ്ത്രം, മാനസികശേഷി എന്നിവയുണ്ട്. നമുക്ക് ഗണിതശാസ്ത്രം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചോദ്യങ്ങൾ കാണുവാൻ സാധിക്കും. ഈ ചോദ്യങ്ങളുടെ ഉത്തരം ലഭിക്കാൻ അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഉത്തരത്തോടൊപ്പം അതിനൊരു ചെറിയ എക്സ്പ്ലനേഷൻ കൂടി ലഭിക്കും. അതായത് ഉത്തരം എങ്ങനെ ലഭിച്ചു എന്നതിൻ്റെ ഒരു ചെറു വിവരണം കൂടി നമുക്ക് ലഭിക്കും. ഇത് കൂടുതൽ മനസ്സിലാക്കുവാൻ സഹായിക്കും. ഇത് മാത്സൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന സംഭവമായിരിക്കും. അടുത്തതായി ഡ്രിൽ എന്ന ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഡ്രിൽ എന്നത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചോദ്യങ്ങൾക്കും 4 ഓപ്ഷൻ വീതം ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശരി ഉത്തരത്തിൽ പ്രസ് ചെയ്താൽ പച്ച നിറത്തിലും തെറ്റായ ഉത്തരത്തിൽ പ്രസ് ചെയ്താൽ പിങ്ക് കളറിലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ശരി ഉത്തരം ഏതെന്ന് അറിയാൻ സാധിക്കും. നമ്മൾ പ്രസ് ചെയ്യുന്ന ഉത്തരം തെറ്റാണെങ്കിൽ പിങ്ക് കളറായും ശരിയാണെങ്കിൽ അത് പച്ച കളറായും കാണിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തത് എക്സാംസ് എന്ന ടാബ് ഓപ്പൺ ആക്കി നോക്കാം. ടാബ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എക്സാം നടത്തി പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ സഹായിക്കും. അതായത് നമുക്ക് സ്വന്തമായിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതേപോലെ എത്ര ചോദ്യം വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ജനറൽ നോളജ് എത്ര ശതമാനം വേണം, കറണ്ട് അഫയേഴ്സ് എത്ര ശതമാനം വേണം, ഇംഗ്ലീഷ് എത്ര ശതമാനം വേണം തുടങ്ങിയ ഓപ്ഷനുകൾ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് തന്നെ പരീക്ഷകൾ നടത്തി പരിശീലിക്കാം. അടുത്തതായി സെർച്ച് എന്ന ഓപ്ഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൽ ഉത്തരം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്യാൻ പറ്റും. അടുത്തതായി നോട്ടിഫിക്കേഷൻ എന്ന ടാബ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് PSCയുടെ നോട്ടിഫിക്കേഷനുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തതായി ഗൂഗിൾ സെർച്ച് എന്നൊരു ടാബ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് കൊടുത്താൽ നമുക്ക് ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരിട്ട് ബ്രൗസറിൽ പോകേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നുകൊണ്ട് തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ സൗകര്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യാനായി വീഡിയോയുടെ താഴെ ഷെയർ എന്നൊരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അറിയിക്കുക. കാരണം അവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. അതോടൊപ്പം ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലിൻ്റെ സിമ്പൽ അമർത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.